നമസ്കാരം. ജില്ലാ വാർത്തകൾ. പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. മാനാഞ്ചിറ DDE ഓഫീസ് പരിസരം സമര പോരാട്ടങ്ങളുടെ വേദിയാവാൻ തുടങ്ങി. അവകാശ സമരങ്ങൾ തെരുവിലെത്തുമ്പോഴാണ് സമരക്കാരും നിയമപാലകരും ഏറ്റുമുട്ടുന്നത്. പതിവ് സമരങ്ങൾക്ക് തുടക്കമായി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. അധ്യയന വർഷം പിറന്നു. DDE ഓഫീസ് പരിസരത്ത് സമരങ്ങൾ സജീവം. SFI മാർച്ചിൽ സംഘർഷം. മലാപ്പറമ്പ് IUP സ്കൂൾ അടച്ചുപൂട്ടാൻ താൻ സഹായിച്ചെന്ന് അയോഗ്യനാക്കപ്പെട്ട മാനേജറുടെ വെളിപ്പെടുത്തൽ ശുദ്ധ അസംബന്ധമെന്ന് പ്രദീപ് കുമാർ MLA. സംവരണത്തിന്റെ പേരിൽ MLA-മാരായവർ പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ചിരുട്ടാക്കുകയാണെന്ന് അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI പ്രവർത്തകർ കോഴിക്കോട് DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. മാർച്ചിനെ തുടർന്നുണ്ടായ കല്ലേറിൽ 3 പോലീസുകാർക്കും ലാത്തിചാർജിൽ ഏതാനും SFI പ്രവർത്തകർക്കും പരിക്കേറ്റു. പ്രൊഫഷണൽ ITI ഫീസ് വർധനവ് പിൻവലിക്കുക, വൈസ് ചാൻസലർ പദവിയുടെ മൂല്യം സംരക്ഷിക്കുക, പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SFI പ്രവർത്തകർ കോഴിക്കോട് മാനാഞ്ചിറക്ക് സമീപത്തെ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെ എത്തിയ മാർച്ച് DDE ഓഫീസ് കവാടത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ AJ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ കവാടത്തിനു മുന്നിൽ കുത്തിയിരുന്നു. മാർച്ചിന്റെ ഉദ്ഘാടനം SFI സംസ്ഥാന സെക്രട്ടറി VK കിരൺ രാജ് നിർവഹിച്ചു. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടനെ പ്രവർത്തകർ പോലീസ് മറ ഭേദിച്ച് ഓഫീസ് മുറ്റത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. അല്പനേരം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പിരിഞ്ഞുപോകുന്നതായി ഭാവിച്ച പ്രവർത്തകർ ഏതാനും നിമിഷങ്ങൾക്കകം കവാടത്തിലേക്ക് ആഞ്ഞെടുത്തതോടെ പോലീസ് ലാത്തിചാർജ് ആരംഭിക്കുകയായിരുന്നു. ലാത്തിചാർജിലും പ്രവർത്തകർ പിരിഞ്ഞുപോവാഞ്ഞതിനെ തുടർന്ന് പോലീസ് പലതവണ സ്മോക്ക് ഗ്രനേഡ് പ്രയോഗിച്ചു. ഇതോടെ ഏതാനും സമയം മാനാഞ്ചിറ പരിസരം യുദ്ധഭൂമിയായി. റോഡ് ബ്ലോക്ക് ചെയ്യാതിരുന്നതിനാൽ ഇതുവഴിയെത്തിയ വാഹനങ്ങളും സംഘർഷത്തിൽ കുടുങ്ങി. ലാത്തിചാർജിൽ SFI കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS അശ്വന്ത് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. SFI പ്രവർത്തകരുടെ കല്ലേറിൽ 3 പോലീസുകാർക്കും പരിക്കുണ്ട്. SFI ജില്ലാ സെക്രട്ടറി MK നികേഷ്, പ്രസിഡന്റ് MM ജിജേഷ്, TK സുമേഷ്, KM നീനു, KS അശ്വന്ത്, അമർജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലാപ്പറമ്പ് IUP സ്കൂൾ അടച്ചുപൂട്ടാൻ പ്രദീപ് കുമാർ MLA സഹായിച്ചെന്ന് അയോഗ്യനാക്കപ്പെട്ട മാനേജർ PK പത്മരാജന്റെ വെളിപ്പെടുത്തൽ നിഷേധിക്കുന്നതായി പ്രദീപ് കുമാർ MLA. ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞ ശേഷം പ്രത്യക്ഷപ്പെട്ട പ്രതിയുടെ ആരോപണം മുഖവിലക്കെടുക്കുന്നില്ലെന്നും പ്രദീപ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. മാനേജർ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്നും MLA കൂട്ടിച്ചേർത്തു. മലാപ്പറമ്പ് സ്കൂളിന്റെ മാനേജരായിരുന്ന ശ്രീ പത്മരാജൻ ഇന്നലെ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ട് തികച്ചും വസ്തുതാ വിരുദ്ധമായിട്ടൊരു ആരോപണം ഇതിന്റെ സ്കൂൾ സംരക്ഷണ സമിതിക്കും MLA അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സ്കൂളിലെ ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാവർക്കും എതിരായിട്ട് വസ്തുതാ വിരുദ്ധമായിട്ടൊരു ആരോപണം ഉന്നയിച്ചു. ഇന്നലെ തന്നെ
മാധ്യമ രംഗത്തുള്ള സുഹൃത്തുക്കൾ ചിലരൊക്കെ ഞങ്ങളെ കണ്ടപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പ്രതികരണം പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് പത്രങ്ങളിലൊക്കെ അത് വന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഒരു വസ്തുത വിശദീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആക്ഷേപം, കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്ത് സ്കൂൾ അടച്ചുപൂട്ടാൻ ഉള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ സഹായിച്ചത് ഇവിടുത്തെ MLA പ്രദീപ് കുമാറും CPIM-ന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് TP രാമകൃഷ്ണനും ആണെന്നാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സംവരണത്തിന്റെ പേരിൽ MLA-മാരായവർ പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്ന് അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി. പട്ടികജാതി പട്ടികവർഗക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ നിയമസഭാ സമ്മേളനത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പുരുഷൻ കടലുണ്ടി MLA-യുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പട്ടികജാതി പട്ടികവർഗക്കാരുടെ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ ഉപാധികൾ കൂടാതെ എഴുതിത്തള്ളാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനത്തെ 14ഓളം വരുന്ന പട്ടികജാതി വർഗ സംവരണ മണ്ഡല MLA-മാരുടെയും പട്ടികജാതി വർഗ മന്ത്രിമാരുടെയും വീട്ടിലേക്ക് അംബേദ്കർ ജനപരിഷത്ത് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കോഴിക്കോട് ബാലുശ്ശേരി സംവരണ മണ്ഡല MLA-യായ പുരുഷൻ കടലുണ്ടിയുടെ വീട്ടിലേക്ക് നടത്തിയ മാർച്ച് അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. സംവരണത്തിന്റെ പേരിൽ MLA-മാരായവർ പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾക്ക് മുൻപിൽ കണ്ണടച്ചിരുട്ടാക്കുകയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പട്ടികജാതിക്കാർ ഇത്ര നീർന്ന പ്രശ്നങ്ങൾ, അതേസമയത്ത് അപ്പുറം ഇപ്പുറമുള്ള MLA-മാര് വാളെടുത്ത് അവരുടെ സമുദായത്തിന്റെയും ജാതിയുടെയും പ്രശ്നങ്ങളെ പറ്റി കോമരം തുള്ളുമ്പോൾ പട്ടികജാതി MLA-മാർ കണ്ണടച്ചിരുട്ടാക്കുന്ന സംവിധാനമാണ് കാണുന്നത്. AJP ജില്ലാ പ്രസിഡന്റ് രാജേഷ് കുമാർ മകുവൂർ അധ്യക്ഷം വഹിച്ചു. ജയരാജൻ മുക്കം, EV ബാലൻ പുല്ലാളൂർ, MV ചന്ദ്രിക അജേഷ്, അഭിലാഷ് ബദിരൂർ, കുട്ടികൃഷ്ണൻ ഉള്ളേരി, അർജുൻ കോപ്പാൽ, വിജയൻ പുത്തൂർ, വിനീഷ് ചക്കോരത്തുകുളം, ദാസ് കോഴഞ്ചേരി, പ്രദോഷ് ചെറുകുളം, സുരേന്ദ്രൻ തടമ്പാട്ടുതാഴം, മനീഷ പോലൂർ, തങ്കം പറമ്പിൽ, ശാരദാ ശ്രീധർ, പുഷ്പ നടുവണ്ണൂർ എന്നിവർ നേതൃത്വം നൽകി. സർക്കാരിതര ഖാദി സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് അർഹതപ്പെട്ട പെൻഷനും ആനുകൂല്യങ്ങളും അനുവദിച്ചു നൽകണമെന്ന് ഓൾ കേരള റിട്ടയർഡ് ഖാദി എംപ്ലോയീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഗോപിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകയിരുത്തിയ തുക പെൻഷനായി നൽകാത്തത് ജീവനക്കാരോടുള്ള അവഗണനയാണെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിൽ സർക്കാർ ഇതര ഖാദി സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ചവർ 600ഓളം പേരാണ്. ഇതിൽ പലർക്കും വിരമിച്ചപ്പോൾ മതിയായ വേതനമോ മറ്റാനുകൂല്യങ്ങളോ ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാരിനു കീഴിലെ ഖാദി ബോർഡിലെ ജീവനക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും യഥാസമയം നൽകുമ്പോൾ ഖാദി ജീവനക്കാരെ സർക്കാർ അവഗണിക്കുകയാണെന്ന് ഓൾ കേരള റിട്ടയർഡ് ഖാദി എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KM മാധവൻ പറഞ്ഞു. ഖാദി ജീവനക്കാരുടെ ഉന്നമനത്തിനായി നിയോഗിക്കപ്പെട്ട ഗോപിനാഥൻ നായർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 29 കോടി രൂപ പെൻഷൻ ആനുകൂല്യത്തിനായി വകയിരുത്തിയെങ്കിലും 2000 രൂപ പെൻഷനായി വിരമിച്ച ജീവനക്കാർക്ക് ഇതുവരെ നൽകിയിട്ടില്ല. ഗവൺമെന്റിൽ നിന്നും ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൂൺ 5-ന് കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ പ്രവർത്തക സമ്മേളനം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UP-യിൽ ദളിത് പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നഗരത്തിൽ വായമൂടിക്കെട്ടി പ്രകടനം നടത്തി. കിഡ്സൺ കോർണർ പരിസരത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു. ഉത്തർപ്രദേശിൽ ദളിത് പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന സംഭവത്തിൽ വെൽഫെയർ പാർട്ടി വനിതാ വിഭാഗം വായമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. UP-യിലെ ദളിത് പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നതിൽ രാജ്യം പ്രതിഷേധിക്കാത്തതെന്ത് എന്ന ബാനർ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധിച്ചത്. ഡൽഹിയിൽ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒറ്റക്കെട്ടായി ഉണർന്ന ഇന്ത്യൻ മനസാക്ഷി ദളിത് പെൺകുട്ടികൾക്കുണ്ടാകുന്ന സമാന സംഭവത്തിൽ മൌനം പാലിക്കുന്നത് അപലപനീയമാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കിഡ്സങ്കോറിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് സുഭേദ കക്കോടി, സക്കീന ചേളനൂർ, സംഗീത, സുമയ്യ കുന്നമംഗലം, സുഷമ കുന്നമംഗലം എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ ഇടവേള. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം.
daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. എന്റെ മരം നമ്മുടെ മരം പദ്ധതിയും ഉത്തരശ്രീ സൌജന്യ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള പുസ്തക വിതരണവും ശാന്തിഗിരി കക്കോടി ആശ്രമത്തിൽ നടന്നു. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പുസ്തക വിതരണം പടിഞ്ഞാറ്റുമുറി GUP സ്കൂൾ പ്രധാനാധ്യാപിക ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ എന്റെ മരം നമ്മുടെ മരം പദ്ധതിയുടെ ഭാഗമായി ശാന്തിഗിരി ആശ്രമം കക്കോടി ബ്രാഞ്ചിൽ 500 വൃക്ഷത്തൈകളുടെ നടിയിൽ ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ശോഭീന്ദ്രൻ നിർവഹിച്ചു. ആശ്രമം ഇൻചാർജ് മധുരനാഥ് ജ്ഞാനതപസ്വി, ആശ്രമം ഡെപ്യൂട്ടി ജനറൽ മാനേജർ NP വേണുഗോപാൽ, ആശ്രമം മാനേജർ ചന്ദ്രൻ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരായ ഗിരീഷ്, ബൈജു, മാധവൻ, പടിഞ്ഞാറ്റുമുറി സ്കൂൾ അധ്യാപിക ഉഷാദേവി, PM ചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ഇതോടൊപ്പം ഉത്തരശ്രീ സൌജന്യ വിദ്യാഭ്യാസ പദ്ധതിയുടെ കീഴിൽ കിഴക്കുമുറിയിൽ 75 വിദ്യാർത്ഥികൾക്ക് സൌജന്യ പുസ്തക വിതരണവും നടന്നു. പടിഞ്ഞാറ്റുമുറി GUP സ്കൂൾ പ്രധാനാധ്യാപിക ഉഷാദേവ് ടീച്ചർ പുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്തു. കക്കോടി പഞ്ചായത്തിൽ കിഴക്കുമുറി ആനാവുംകുന്നിൽ 15 ഏക്കറിലുള്ള ആശ്രമ ഭൂമിയിൽ നിലവിൽ ആശ്രമ പ്രവർത്തകർ 5000-ഓളം ഫലവൃക്ഷങ്ങളും ഔഷധ വൃക്ഷങ്ങളും നട്ടുപരിപാലിച്ചു വരുന്നുണ്ട്. സംസ്ഥാനത്തെ ശാന്തിഗിരി ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പരിസ്ഥിതി വൃക്ഷ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് സംസ്ഥാന സർക്കാർ എന്റെ മരം നമ്മുടെ മരം പദ്ധതിയിൽ ശാന്തിഗിരി ആശ്രമത്തെ പങ്കാളികളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മരം ഒരു വരം, സ്കൂളിൽ ഒരു ഔഷധത്തോട്ടം, ഒന്ന് എന്റെ വീട്ടിലും എന്നീ പദ്ധതികളും ശാന്തിഗിരി ആശ്രമം വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. കായിക ഉൽപ്പന്ന നിർമ്മാണ വിതരണ രംഗത്ത് പ്രശസ്തരായ കോസ്മോ സ്പോർട്സിന് പുതിയ ബ്രാൻഡ് അംബാസഡർ. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരം രാജീവ് പിള്ള കോസ്മോ സ്പോർട്സിന്റെ ബ്രാൻഡ് അംബാസഡറായി ഉടമ്പടിയിൽ ഒപ്പുവച്ചു. കോസ്മോ സ്പോർട്സ് വേൾഡ് LLP മാനേജിംഗ് ഡയറക്ടർ റോസിക് ഉമർ, ഡയറക്ടർമാരായ AK നിഷാദ്, C ഉമർ തുടങ്ങിയവരും പങ്കെടുത്തു. കേരളത്തിലെ പ്രശസ്തരായ കായിക ഉൽപ്പന്ന നിർമ്മാണ വിതരണക്കാരായ കോസ്മോ സ്പോർട്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡറായി സിനിമാ താരവും സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനുമായ രാജീവ് പിള്ളയെ നിയമിച്ചു. കോസ്മോ സ്പോർട്സിന്റെ വ്യാപാര ശൃംഖലകൾ രാജ്യം മുഴുവനും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ബ്രാൻഡ് അംബാസഡറെ ചുമതലപ്പെടുത്തിയത്. 1990-ൽ കായിക ഉൽപ്പന്നങ്ങളുടെ ചെറുകിട വിൽപ്പനക്കാരായി കോഴിക്കോട്ട് പ്രവർത്തനം തുടങ്ങിയ കോസ്മോസിന് ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി 4 മൾട്ടി ബ്രാൻഡ് ഷോറൂമുകളുണ്ട്. രാജ്യം മുഴുവനുമായി 40ഓളം ഷോറൂമുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കോസ്മോസ് ഡയറക്ടർ AK നിഷാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ 1ാം സ്ഥാനത്തുള്ള കോസ്മോ സ്പോർട്സിന്റെ ബ്രാൻഡ് ആകുന്നതിൽ തനിക്കേറെ അഭിമാനമുണ്ടെന്ന് രാജീവ് പിള്ള പറഞ്ഞു. നാഷണൽ ഗെയിംസിന്റെ തന്നെ കുറെ കോഴ്സ് ആൻഡ് ഗ്രൗണ്ട്സ് ചെയ്തു കൊടുക്കുന്ന കോസ്മോ സ്പോർട്സ് ആണ്. ഇവര് ബൈ 2020 ഒരു സ്പോർട്സ് അക്കാദമി ഉണ്ടാക്കാനാണ് കോസ്മോ സ്പോർട്സിന്റെ ആഗ്രഹം. അതായത് ബ്രാൻഡ് അംബാസഡറായി രാജീവ് പിള്ള ഒപ്പിട്ട ഉടമ്പടി പത്രം കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ കോസ്മോസ് മാനേജിംഗ് ഡയറക്ടർ റോസിക് ഉമ്മറിന് കൈമാറി. കോസ്മോസ് സ്പോർട്സ് ഡയറക്ടർമാരായ C ഉമ്മർ, ഇജാസ് P ഇസ്മായിൽ, മൊബിൻ K ജോയ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വീട് തകർന്നു. ചെളന്നൂർ 11ാം വാർഡ് പാലത്തിൽ പള്ളിപ്പോയിൽ വാകയിൽ മീത്തൽ അബൂബക്കറിന്റെ ഓടിട്ട വീടാണ് നിലം പൊത്തിയത്. ഇടിമിന്നലേറ്റ് തകർന്നു വീഴുന്നതിനു മുമ്പ് വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു അബൂബക്കറും കുടുംബവും. 2 ലക്ഷം രൂപയുടെ നാശനഷ്ടമുള്ളതായി കണക്കാക്കുന്നു. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് കനത്ത മഴയോടൊപ്പം പ്രകമ്പനം കൊള്ളിക്കുന്ന വിധം ഇടിമിന്നലുണ്ടായത്. പലയിടങ്ങളിലും ഇടിയുടെ ആഘാതങ്ങൾ അനുഭവപ്പെട്ടു. ചേളന്നൂർ 11ാം വാർഡ് പാലത്ത് പള്ളിപ്പുയിൽ വാകേരിമീത്തൽ അബൂബക്കറിന്റെ ഓടിറ്റ വീടിനാണ് ഇടിയുടെ ആഘാതത്തിൽ കനത്ത നാശം സംഭവിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയുണ്ടായ ഇടിമിന്നൽ കഴിഞ്ഞ ഉടനെയാണ് വീടിന്റെ മുൻഭാഗം പൊളിഞ്ഞു വീഴുന്നതായി അനുഭവപ്പെട്ടതെന്ന് അബൂബക്കർ പറഞ്ഞു. തുടർന്ന് ഇരുട്ടിൽ 3 പെൺമക്കളെയും ഭാര്യയെയും കൂട്ടി തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഓടി പുറത്തിറങ്ങിയതിനാൽ ജീവൻ തിരിച്ചു കിട്ടിയെന്നും അബൂബക്കർ ആശ്വസിക്കുന്നു. ഇടിമിന്നൽ ആദ്യം വന്നപ്പോൾ ഇടിപറ്റിയപ്പോൾ കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിന്നിരുന്നത്. അപ്പോൾ ശക്തമായ ഇടിമിന്നൽ വന്ന് അപ്പോൾ ഒരു പൊട്ടിങ്ങനെ വരുന്നത് ചേട്ടാ കുട്ടികളെല്ലാം കൂടി ഉണർന്ന് നിൽക്കുക. അപ്പം കുട്ടികളെല്ലാം കൂടി പിടിച്ച് ഞാനും ഭാര്യയും കൂടി പുറത്തേക്ക് കൊണ്ടുപോയി ആക്കി. അപ്പോഴേക്ക് നന്നായിട്ട് ഇടിഞ്ഞു വീണു. പില്ലറ വീണ് അതിന് ബാക്കിൽ മൊത്തം പറ അമ്പിപ്പോയി. കൂലിപ്പണിക്ക് പോയി അന്നന്നത്തെ ജീവിതം കഴിച്ചുകൂട്ടുന്ന അബൂബക്കറിന്റെ സൈക്കിളിനും നാശം സംഭവിച്ചു. വില്ലേജ് ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും പരമാവധി സഹായങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്ന് വാർഡ് കൌൺസിലർ ദിനേശൻ പറഞ്ഞു. അബൂബക്കറിനും കുടുംബത്തിനും താമസിക്കാൻ ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കും. താമസം ഞങ്ങൾ ഇതിന്റെ ചുറ്റുപാട് ഏതെങ്കിലും ഒരു വീട് കണ്ടെത്തിയിട്ട് അവിടേക്ക് വരെ മാറ്റണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 3 പെൺമക്കളടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായ വാകേരിമീത്തൽ അബൂബക്കർ തന്റെ നിസ്സഹായാവസ്ഥ നാട്ടുകാരുമായും അധികാരികളുമായും പങ്കുവച്ചു കഴിഞ്ഞു. ഇനി സഹായങ്ങൾ എത്തിക്കേണ്ടത് അവരുടെ കടമയാണ്. പകുതി പൊളിഞ്ഞു നിൽക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് കഴിയണമേ എന്നാണ് ഇപ്പോൾ അബൂബക്കറിന്റെ പ്രാർത്ഥന.
ആരോഗ്യ സാധ്യതകൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കേരളത്തിന്റെ തനിനാടൻ വിഭവമായ ചക്കയുടെ സവിശേഷതകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൊയിലാണ്ടിയിൽ ചക്ക മഹോത്സവം സംഘടിപ്പിച്ചു. ശാന്തി സസ്യഭോജനശാലയുടെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമേറിയ ചക്ക വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊയിലാണ്ടി ശാന്തി സസ്യഭോജനശാലയുടെ ആഭിമുഖ്യത്തിൽ കൊയിലാണ്ടിയിൽ നടത്തിയ ചക്ക മഹോത്സവം സമാപിച്ചു. ചക്ക വിഭവങ്ങളായ ചക്കപ്പപ്പടം, ചക്കപ്പായസം, ചക്ക പൊക്കുവട, ചക്ക ഹൽവ, ചക്ക പച്ചടി, ചക്ക വറുത്തത്, ചക്കക്കുരുവിൽ നിന്നുണ്ടാക്കിയ ഭക്ഷ്യവിഭവങ്ങൾ തുടങ്ങിയവയെല്ലാം ചക്ക മഹോത്സവത്തിൽ അണിനിരത്തിയിരുന്നു. ആരോഗ്യ സാധ്യതകൾ ചക്കയിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. ശരീരത്തിൽ ഓജസ്സും തേജസ്സും നിലനിർത്തുന്നതിനും ചക്ക ഉപയോഗം കൊണ്ട് സാധ്യമാകും. രക്തചംക്രമണം ത്വരിതമാക്കാനും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ആരോഗ്യകരമാക്കാനും ക്യാൻസർ സാധ്യതകൾ ഇല്ലാതാക്കാനും ചക്ക ഉപാധിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ചക്ക മഹോത്സവത്തിന് നേതൃത്വം നൽകിയ സസ്യഭോജനശാല ട്രസ്റ്റ് അംഗങ്ങൾ പറഞ്ഞു. കലർപ്പില്ലാത്ത തനി നാടൻ വിഭവമായ ചക്കയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ നൽകിയ സഹകരണം കൊണ്ടും ചക്ക മഹോത്സവം ശ്രദ്ധയാകർഷിച്ചു. നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് കെട്ടിടം ജൂൺ 15-ന് സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് അധികൃതർ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വനിതാ ശാഖയുടെ ഉദ്ഘാടനം പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിക്കുമെന്നും അവർ പറഞ്ഞു. നടക്കുതാഴെ സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് കെട്ടിടം ജൂൺ 15-ന് സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് അധികൃതർ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വനിതാ ശാഖ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ISO അംഗീകാരത്തിന്റെ സാക്ഷ്യപത്രം KK ലതിക MLA കൈമാറും. 16 വർഷം കൊണ്ട് 100 കോടി പ്രവർത്തന മൂലധനമുള്ള നിലയിലേക്ക് ബാങ്ക് വളർന്നതായി ബാങ്ക് സാരഥികൾ പറഞ്ഞു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജൂൺ 5-ന് സഹകാരി സംഗമം, 7-ന് വനിതാ സെമിനാർ, 8-ന് കർഷക ക്ലാസ്, 8-ന് കർഷക ക്ലബ്ബ് ഉദ്ഘാടനം, 14-ന് പ്രതിഭാ സംഗമം എന്നീ പരിപാടികളും നടത്തും. ബാങ്ക് പ്രസിഡന്റ് E. അരവിന്ദാക്ഷൻ, വൈസ് പ്രസിഡന്റ് KP ബാലൻ, സ്വാഗത സംഘം ചെയർമാൻ ശ്രീധരൻ മേപ്പയിൽ, സെക്രട്ടറി KM മനോജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. സ്പെഷ്യൽ ഗ്രേഡ് എന്നാണ് പറയുക, എന്നാൽ ഇപ്പോൾ സൂപ്പർ ഗ്രേഡിലെത്തി നിൽക്കുകയാണ് ബാങ്ക്. ബാങ്കിംഗ് മാനദണ്ഡ പ്രകാരം, ക്ലാസിഫിക്കേഷൻ പ്രകാരം ഏറ്റവും ഉയർന്ന ഗ്രേഡിൽ ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് എത്തിച്ചേർന്ന ഒരു ബാങ്കാണ് നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്ക്. ഇപ്പോൾ ഏകദേശം 100 കോടിയോളം രൂപ മൂലധനം. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. വാർത്തകൾ തുടരുന്നു. മധ്യവേനൽ അവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ വീണ്ടും കഴിഞ്ഞ ദിവസം സജീവമായി. 3 ലക്ഷത്തോളം കുരുന്നുകളാണ് ആദ്യമായി സ്കൂളിലെത്തിയത്. പുതിയ കുട്ടികളെ പ്രവേശനോത്സവത്തോടെയാണ് സ്കൂളിലേക്ക് സ്വീകരിച്ചത്. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന പ്രവേശനോത്സവ വാർത്തകൾ. ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം കോർപ്പറേഷൻ നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ T. രജനി ഉദ്ഘാടനം ചെയ്തു. 100-ൽ 100 മാർക്ക് മേടിച്ച് നല്ല മാർക്കോട് കൂടിയിട്ട് ഇവിടുന്ന് വിജയിച്ച് നല്ല രീതിയിലുള്ള ജോലിയെടുത്ത് ജീവിക്കുന്ന കുട്ടികളായി മാറണം. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷം വഹിച്ചു. പ്രധാന അധ്യാപിക V. ജീജ, വാർഡ് കൌൺസിലർ P. ജലജ, ഭാസ്കരൻ മാസ്റ്റർ, അബ്ബാസ് മാസ്റ്റർ, പ്രിൻസിപ്പൽ PJ ലൂസി, MPTA പ്രസിഡന്റ് T. പത്മിനി, മനോജ് കുമാർ പൂളയ്ക്കൽ, പുഷ്പവല്ലി ടീച്ചർ എന്നിവർ സംസാരിച്ചു. വാദ്യഘോഷങ്ങളോടെ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും കലാപരിപാടികളും നടന്നു. കൊയിലാണ്ടി നഗരസഭ സ്കൂൾ പ്രവേശനോത്സവം പന്തലായിനി ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിൽ നടന്നു. നഗരസഭ ചെയർപേഴ്സൺ K. ശാന്ത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകൾക്കുള്ള ഉപഹാര സമർപ്പണം നഗരസഭ വൈസ് ചെയർമാൻ T. K. ചന്ദ്രൻ നിർവഹിച്ചു. SSLC +2 A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ഓമന നൽകി. നഗരസഭാ കൌൺസിലർമാരായ P. രത്നവല്ലി, A. അസീസ് മാസ്റ്റർ, P. ബാബുരാജ്, MG ബൽരാജ്, KP സുകുമാരൻ, VK അബ്ബാസ്, NPK തങ്ങൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വലിയ സ്കൂളിൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പറഞ്ഞെങ്കിൽ മാത്രമേ എന്റെ കുട്ടി വിദ്യാഭ്യാസം നേടുന്നുള്ള ഒരു ചിന്ത ഇപ്പോഴും രക്ഷിതാക്കളെ മനസ്സിൽ നിൽക്കുകയാണ്. ബിസിനസ് വാർത്തകൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ അബുദാബി ശാഖയിൽ ആർട്ടിസ്ട്രി ബ്രാൻഡ് ജ്വല്ലറി ഷോ ആരംഭിച്ചു. UAE ഇന്ത്യൻ അംബാസഡർ TP സീതാറാം ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് ഡയറക്ടർമാരും വ്യവസായ വാണിജ്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് യൂണിക് ജ്വല്ലറി എക്സിബിഷനും വിൽപ്പനയും UAEയിലും ആരംഭിച്ചു. ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോയുടെ ഉദ്ഘാടനം UAEയിലെ ഇന്ത്യൻ അംബാസഡർ TP സീതാറാം അബുദാബിയിലെ മദീനത്ത് സയ്യിദ് ഷോറൂമിൽ നിർവഹിച്ചു.
അന്താരാഷ്ട്ര ബ്രാൻഡുകളായ ഇറ അൺകട്ട് ഡയമണ്ട് ജ്വല്ലറി, മൈൻ, പ്രിഷ്യ, ഡിവൈൻ എത്നിക്സ്, സ്റ്റാർലൈറ്റ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ബർദുബായ് മീന ബസാറിലെ ഷോറൂമിലും ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറിയുടെ പ്രദർശനവും വിൽപ്പനയും ഉടൻ ആരംഭിക്കും. 1993 കേരളത്തിൽ ആരംഭിച്ച മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് 8 രാജ്യങ്ങളിലായി 115 ഷോറൂമുകളുണ്ട്. അറിയിപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ വൈദ്യുതി ലഭിക്കാത്ത വീടുകളിൽ താമസിക്കുന്നവരും വികലാംഗരുമായവർക്ക് സൌജന്യമായി സൌരോർജ്ജ റാന്തൽ വിതരണം ചെയ്യും. അനർട്ടിൽ രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താക്കൾ റേഷൻ കാർഡുമായി അനർട്ടിന്റെ ജില്ലാ ഓഫീസിൽ നിന്നും റാന്തൽ കൈപ്പറ്റണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധ്യയന വർഷം പിറന്നു. DDE ഓഫീസ് പരിസരത്ത് സമരങ്ങൾ സജീവം. SFI മാർച്ചിൽ സംഘർഷം. മലാപ്പറമ്പ് IUP സ്കൂൾ അടച്ചുപൂട്ടാൻ താൻ സഹായിച്ചെന്ന് അയോഗ്യനാക്കപ്പെട്ട മാനേജറുടെ വെളിപ്പെടുത്തൽ ശുദ്ധ അസംബന്ധമെന്ന് A. പ്രദീപ് കുമാർ MLA. സംവരണത്തിന്റെ പേരിൽ MLA-മാരായവർ പട്ടികജാതിക്കാരുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ചിരുട്ടാക്കുകയാണെന്ന് അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ, the one and only daily news across your district. Log on www.jillavartagal.com. Independent, impartial, indivisible, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.